മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമല്ല. ഭാരതത്തിൻ്റെ സംസ്കാരവും ഹിന്ദു സംസ്കാരവുമായിട്ട് ഒരു ബന്ധമില്ല. ഭാരതം മതേതരത്വത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. ഈ മതേതരത്വം എന്നാൽ എന്താണെന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതിൽ അവരടിയുറച്ചു നിൽക്കുന്ന വേളയിൽ അത്ഭുതകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. കേരളത്തില് ഓണം ആഘോഷിച്ചു കഴിഞ്ഞു. മഹാബലിയെക്കുറിച്ചും വാമനനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞു. കാരണം മറ്റ് വികസനത്തിന് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിക്കും പിണറായി വിജയൻ സാറ് കുറേ ഉദ്ഘാടനത്തിന്റെ പുറകെ പോകലും ജാതിയില്ലാ വിളംബരത്തിന്റെ പുറകിൽ പോകലും ഈഴവനായതുകൊണ്ടാണ് കേട്ടോ. അത് കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടില്ല, കാരണം അങ്ങേര് നമ്പ്യാരാണ്. അപ്പോ ഈഴവനായതുകൊണ്ട് ജാതിയില്ല എന്ന ആ പ്രഖ്യാപനത്തിന്റെ പുറകെ നടക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലും കേരളത്തിൽ തിമർത്ത് വാണിജ്യ വ്യവസായങ്ങളും കച്ചവടവും എല്ലാം നടന്നത് ശ്രീമദ് ഭാഗവതത്തിലെയും മഹാഭാരതത്തിലെയും മറ്റു പുരാണങ്ങളിലുമുള്ള മഹാബലിയും വാമനനുമായി ബന്ധപ്പെട്ട പുരാണ ഇതിഹാസങ്ങളുടെ ഭാഗമായിട്ടാണ്. അത് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലുള്ളതാണ്, ബൈബിളിലോ ഖുറാനിലോ ഉള്ളതല്ല. ഇപ്പൊ കേരളം ഒരു വർഷത്തില് അടിച്ചു തിമർത്ത് വളരുന്നത് ഹൈന്ദവ ആഘോഷമായ ഓണത്തിന്റെ പേരിലാണ്. അത് ആരല്ല എന്ന് പറഞ്ഞാലും അതേന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. തമിഴ്നാട് ആർത്തുല്ലസിച്ച് മുമ്പോട്ട് പോകുന്നത് പൊങ്കൽ, തൈപ്പൊങ്കല്, മാട്ടുപൊങ്കല് എന്ന് പറയുന്ന പ്യുവർലി ആത്മീയതയുമായി ബന്ധപ്പെട്ട ഭാരതീയ ആത്മീയതയുമായി ബന്ധപ്പെട്ട ഉത്സവത്തിന്റെ ആഘോഷത്തിലൂടെയാണ് തമിഴ്നാട് ഉജ്ജ്വലമായി മാറുന്നത്. ദസറയും അതുപോലെ തന്നെയുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് നവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കർണാടക എന്ന സംസ്ഥാനം അസാധാരണമായിട്ട് വളരുകയും ഉയരുകയും ചെയ്യുന്നത്. ഇതുകൂടാതെ ആന്ധ്രയില് മകരസംക്രാന്തിയും അങ്ങനെയുള്ള ദീപാവലിയും വെച്ച് കലക്കി, ദീപാവലി എല്ലാ സ്ഥലത്തും ഉണ്ട്, അതും പൂർണ്ണമായിട്ടും ഹിന്ദു ആചാരപ്രകാരമാണ് അത് വളരുന്നത്. പിന്നെ ഹോളിയും ജന്മാഷ്ടമിയും ഇന്നലത്തെ പത്രത്തിൽ കണ്ടു. ദുർഗാപൂജ എന്ന് പറയുന്ന ബംഗാളിനെ ആടിമുടി മാറ്റുന്ന ഉത്സവം ദുർഗാപൂജ. അതിനോടനുബന്ധിച്ച് കാർ കമ്പനിക്കാര് 1 ലക്ഷത്തോളം രൂപ ലെസ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോണും കുറച്ച് 1 ലക്ഷം രൂപയോളം വിലയിൽ കുറച്ചും ബംഗാൾ മുഴുവനും ദുർഗാപൂജയ്ക്ക് കാറും മറ്റ് സാധനങ്ങളും വിതരണം ചെയ്യാനായിട്ടുള്ള പരിപാടി ആവിഷ്കരിച്ചു. ഇന്നലത്തെ തന്നെ പേപ്പറിൽ കണ്ടു, നവരാത്രിയോടനുബന്ധിച്ച് ഗുജറാത്ത് അടിമുടി വലിയ സന്ദർശകരെ സ്വീകരിക്കാനായിട്ട്, വൻതോതിൽ ടൂറിസ്റ്റുകളെ സ്വീകരിക്കാനായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഭാരതം മുഴുവനും ദീപാവലിയും ഭാരതം മുഴുവനും നവരാത്രിയും ഭാരതം മുഴുവനും ഗണേശോത്സവവും ഭാരതം മുഴുവനും ഹോളിയും അതുപോലെ വൈശാഖിയും അതുപോലെ കുംഭമേളയും ഓണവും ശ്രീകൃഷ്ണ ജയന്തി ഉത്തർപ്രദേശില് 5000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഒരൊറ്റ ജില്ലയിൽ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. കൃഷ്ണ ജയന്തിയും രാമനവമിയും അങ്ങനെ ഭാരതത്തിന്റെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉള്ളത് മാത്രം ചേർത്താണ് ഭാരതത്തിൽ ഇന്ന് ഉത്സവം ആഘോഷിക്കുന്നത്. ബക്രീദിന് എന്തൊക്കെ നടക്കുന്നു, ആടുകളെ കൊല്ലലല്ലാതെ വേറെ യാതൊന്നും വലുതായിട്ട് നടന്നിട്ടില്ല. റംസാൻ പുണ്യമാസം എന്ന് പറയുന്ന ഒരു മാസം പട്ടിണി കിടന്നുകൊണ്ട് രാത്രി മൂക്കറ്റം തിന്നുകയും രാവിലെ മൂക്കറ്റം തിന്നുകയും പകല് മുഴുവനും തുപ്പല് തുപ്പുകയും ചെയ്യുന്ന ദൈവത്തെ സന്തോഷിപ്പിക്കാനുള്ള ആചാരമല്ലാതെ ക്രിസ്തുമസിന് ക്രിസ്ത്യാനികൾ പോലും വെള്ളമോടിക്കലാണ് ഇപ്പോൾ പ്രധാന ജോലി മാറിയിരിക്കുന്ന കാലഘട്ടത്തില്. ഒന്ന് ചിന്തിച്ചു നോക്കാം, ഭാരതത്തിൽ ഹൈന്ദവ ധർമ്മത്തിന്റെ പുനരുത്ഥാനം, റിസറക്ഷൻ എത്ര ഗംഭീരമായിട്ട് വരുന്നു. അത് ഇത്രയും കാലം ഭാരതത്തിൽ ഈ ഹൈന്ദവ നവോത്ഥാനം നടക്കുമ്പോൾ അതിനെതിരെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കുറച്ച് യുക്തിവാദികളും എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. ഇന്നലെ ഭാരതീയ വിചാര കേന്ദ്രത്തിലെ ഡയറക്ടർ പരമേശ്വർജി പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യുക്തിവാദികളും ഭാരതീയ പൈതൃകത്തിന്റെ നന്മകൾക്കെതിരെ ഒന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല, കുറേയൊക്കെ അവരും അതിന്റെ കൂട്ടത്തില് ആചരിച്ചുകൊണ്ട് വരുന്നു. യേശുദാസ് ശബരിമലയിലേക്ക് പോയത് എന്ത് ഗംഭീരമായിട്ട് ആൾക്കാർ കണ്ടത്.
ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുക, ക്രിസ്ത്യാനികൾ വിഷുക്കണി വയ്ക്കുക, ക്രിസ്ത്യാനികൾ വിദ്യാരംഭം ചെയ്യുക, ക്രിസ്ത്യാനികൾ തന്നെ നമ്മുടെ കൊടിമരവും എല്ലാം എടുക്കുക, ക്രിസ്ത്യാനികൾ രുദ്രാക്ഷമാലയിടുക, ക്രിസ്ത്യാനികൾ കാവ്യ എടുത്തുകൊണ്ട് മലയാറ്റൂരിൽ പോവുക, എല്ലാം സ്വീകരിക്കുന്ന ഒരു ലെവല്, ഇവിടെ നിന്ന് സ്വീകരിക്കുന്ന ലെവല്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മറ്റേ ചെന്നൈയിലായിരുന്നു, 2-3 ദിവസത്തെ ചെന്നൈ യാത്രയിൽ. അവിടുത്തെ എയർപോർട്ടിലും അവിടുത്തെ റോഡിലും എല്ലാം കാണാൻ സാധിച്ച അത്ഭുതകരമായ കാര്യം മുഴുവനും ഹൈന്ദവ ദേവതമാരുടെ ചിത്രങ്ങളാണ്. ഒരു പിരികേറ്റാനോ വാശിയോ അഹങ്കാരോ കൊണ്ട് പറയല്ല, ഈ നാടിന്റെ സംസ്കാരം അതായതുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത്, വേറെ ഒന്നും വെക്കാനില്ല. അതിഗംഭീരമായിട്ട് നമ്മുടെ ദേവതമാരുടെ ചിത്രങ്ങളും ആനയുടെ തലക്കെട്ടും വിളക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ചെന്നൈ എയർപോർട്ട്. ചെന്നൈയിലെ റോഡ് സൈഡിലുള്ള അമ്പലങ്ങളെല്ലാം അതിഗംഭീരമായിട്ട് നവീകരിച്ചിരിക്കുന്നു. നല്ല രീതിയിൽ ജയലളിത ആശുപത്രി കയറിയപ്പോ ഒരൊറ്റ പള്ളിയിലും ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടായിരുന്നില്ല. സകല അമ്പലങ്ങളിലും 10,000-കണക്കിന് AIADMK പ്രവർത്തകര് വഴിപാട് കൊടുക്കലും കൂട്ട പ്രാർത്ഥനയും ഉപവാസവുമായിരുന്നു അമ്പലത്തിന്റെ മുമ്പിലല്ല, അമ്പലങ്ങളുടെ മുമ്പില് ഇത്രയുമധികം ഹൈന്ദവ ചൈതന്യം ഒരമ്മച്ചി ആശുപത്രി കയറിയപ്പോൾ കൂടിയത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പൊ DMKയിലെ പ്രവർത്തകരെല്ലാം അമ്പലവുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. അപ്പൊ യുക്തിവാദി എന്ന് പറയുന്നവർ പോലും ഈ ഭാരതത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അസാധാരണമാം വിധത്തിലുള്ള ഹൈന്ദവ നവോത്ഥാനത്തെ ധന്യമായിട്ട് ഒന്നുകിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ MA ബേബി പറഞ്ഞത് ഞാൻ കുറച്ചു മുമ്പ് വായിക്കേണ്ടായി, മതത്തോടുള്ള വീക്ഷണത്തെക്കുറിച്ച് എല്ലാം മാറുന്നൊരു കാഴ്ച. ഇപ്പൊ ശബരിമലയിലെ മകരജ്യോതിസിനെ എതിർത്ത് ഇപ്പൊ അത് എതിർത്തിട്ട് വലിയ പ്രയോജനമില്ല എന്നുള്ള ലെവലിലേക്കായി. ഇവിടെ ഉള്ളതെല്ലാം എതിർത്ത് അവസാനം ചുംബന സമരം നിർത്തിയ പോലെ, കെട്ടുതാലി പൊട്ടിക്കൽ നിർത്തിയതുപോലെ, ബീഫ് പാർട്ടി നിർത്തിയതുപോലെ, അതുപോലെ കോഴിയിറച്ചി പാർട്ടി നിർത്തിയതുപോലെ, നാരായണ ഗുരുദേവനെ കുരിശിൽ തറച്ചത് ഇപ്പൊ വേണ്ടെന്ന് വെച്ച് നാരായണ ഗുരുദേവന്റെ പുറകെ പോകുന്നത് പോലെ, ക്രിസ്തുമത ചേതനം എഴുതിയ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ജീവകാരുണ്യ ദിനമായിട്ട് ആഘോഷിക്കാൻ മുമ്പോട്ട് വന്നതുപോലെ, വിവേകാനന്ദനെയും അയ്യങ്കാളിയെയും ചട്ടമ്പി സ്വാമിയെയും നാരായണ ഗുരുദേവനെയും ഒക്കെ ആചാര്യന്മാരുടെ സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവന്നതുപോലെ, സ്റ്റാലിനെയും മാർക്സിനെയും ഏംഗൽസിനെയും പതുക്കെ റഷ്യയിലേക്ക് തന്നെ തിരിച്ച് കയറ്റി അയക്കുന്നത് പോലെ ഹൈന്ദവ നവോത്ഥാനത്തിന്റെ അത്യുജ്വലമായ പ്രകടനം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ അമ്പലത്തിൽ മാത്രമല്ല, ശബരിമലയിൽ മാത്രമല്ല, ഗുരുവായൂരിൽ മാത്രമല്ല, അനുനിമിഷം നടക്കുന്ന എല്ലാത്തിലും അക്ഷയ തൃതീയ ദിവസവും ദീപാവലി ദിവസവും ആണ് ഷെയർ ബിസിനസ്സിൽ കുതിച്ചു ചാട്ടം ഉണ്ടാവാറുള്ളത്. അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ തന്നെ ആർക്കും കൃത്യമായിട്ട് അറിഞ്ഞൂടാ. എങ്കിലും ഈ മേടസംക്രാന്തിയും മകരസംക്രാന്തിയും ദീപാവലിയും എല്ലാം ഇൻഡസ്ട്രിയൽ കമേഴ്ഷ്യൽ ഗ്രോത്തിന് ആത്മീയത കൂടി ചേർത്ത് ഒരസാധാരണ പുനരുത്ഥാനം ഭാരതത്തിൽ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.